ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഗ്ലോബൽ വില്ലേജിലേക്ക് പോകാൻ പ്ലാൻ ആക്കി ചങ്ങായിമാർ ഒന്നിച്ചിട്ട്. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ ടിക്കറ്റ് നോർമൽ 30 ദിർഹംസ് കൊടുക്കും. പക്ഷേ 8 ദിർഹംസിൻ്റെ പെപ്സി കൊടുത്തെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ മഞ്ഞ മൂടുള്ള സാധനത്തിന് നമുക്ക് ഗ്ലോബൽ വില്ലേജിൻ്റെ ടിക്കറ്റ് ഇട്ട് കണ്ടാടെ വിന്നർന്ന് കണ്ടിട്ട് 8 ദിർഹംസ് കൊടുത്തെങ്കിൽ നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോവാം. അപ്പോൾ എത്ര 22 ദിർഹംസ് ലാഭമാണ്. അപ്പോൾ നമ്മൾ 3 എടുത്ത് 3 ആളമ്മ പോകുന്നുണ്ട്. ബാക്കി നമുക്ക് ഗ്ലോബൽ വില്ലേജിൽ പോയിട്ട് കാണാം. ഞാനിതൊന്നും കുടിക്കില്ല. ഇതിപ്പോൾ 2 ആർക്കും കൊടുക്കണോ? ഒന്ന് നിങ്ങൾ 2 കുടിച്ച് തീർക്കല. ഗൈസ്, നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ടിക്കറ്റ് പറഞ്ഞെങ്കിൽ ഇതാണ് ഗൈസ്. അങ്ങനെ നമ്മളെ ടിക്കറ്റ് കിട്ടി ഗൈസ്. അപ്പോൾ നിങ്ങൾ കാണുക, ഇത് എന്ന് വെച്ചാൽ കുറേ രാജ്യത്തിൻ്റെ ഒരു എക്സിബിഷൻ പോലെയാണ്. ഇത് ലണ്ടൻ ബ്രിഡ്ജ് പോലെ ഉണ്ട്. കാണുമ്പോൾ ശരിയായിക്കോ വാടക ചീച്ചിട്ട് പോകാൻ നോക്കിയാൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ചെറിയൊരു മാർക്കറ്റിലൂടെയാണ് ഇങ്ങനെ നടക്കുന്നുള്ളത്. ഗ്ലോബൽ വില്ലേജിൽ ഏകദേശം കുറേ രാജ്യക്കാർ പവലിയൻ കെട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഏറ്റവും അടുത്ത രാജ്യമായ പാകിസ്ഥാൻ പവലിയൻ നമ്മൾ പാസ്സായിരിക്കുന്നു. അപ്പോൾ ഈ പവലിയൻ്റെ ഉള്ളിലെല്ലാം പറഞ്ഞെങ്കിൽ ഓരോരോ നാട്ടാരെ, അതായത് ഓരോരോ രാജ്യക്കാരെ ഫുഡ്, പിന്നെ ഓരോ വിൽക്കുന്ന ഡ്രസ്സ്, അങ്ങനത്തെ ഐറ്റംസാണ് ഇങ്ങനത്തെ ഓരോരോ പവലിയനിൽ വിൽക്കുന്ന. എന്താ തായ്ലൻഡ് സ്പെഷ്യലി സ്വീറ്റ്, അതായത് യുക്കി നോഹാന എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതാണ് സംഭവം ഗൈസ്. അപ്പോൾ ഇത് തായ്ലാൻഡിലത്തെ മെയിൻ ഒരു സാധനമാണ്. എന്ത് യോക്കി ഹോമ എന്ന് പറഞ്ഞിട്ട് എന്തോ മാംഗോയിൽ ഇട്ടിട്ട് ഇതെന്ത് ലാഭിച്ചോ എന്തെങ്കിലും കഴി മാങ്ങ ഫുൾ ട്രൈ ചെയ്യാം. ബിസ്മില്ലാ. നല്ലുണ്ട്, അടിപൊളി വാങ്ങും. എനിക്കിഷ്ടപ്പെട്ടു. ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് തായ്ലാൻഡ് പവലിയനിൽ വന്നെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ആക്കണം. അതായത് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സംഭവമാണ് ഇത്. ഒന്നുമില്ല പണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാസ്സെല്ലാം എടുത്ത് ഗൈസ് എന്ന് നെട്ടിക്കൽ ഒരു കയറലുണ്ടമ്മോ ലൈൻ എന്നിട്ടുണ്ട് നെട്ടോ. ഗൈസ്, അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ വന്നെങ്കിൽ ഏകദേശം എല്ലാ രാജ്യക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ദുബൈയിൽ വന്നെങ്കിൽ ഗ്ലോബൽ വില്ലേജിൽ, പിന്നെ ദുബൈ മാളിലെല്ലാം വന്നെങ്കില്ല ലോകത്തിലുള്ള ഏകദേശമുള്ള എല്ലാ രാജ്യക്കാരെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട് ദുബൈയിൽ ഇങ്ങനത്തെ സ്ഥലത്ത് വന്നെങ്കിൽ. ഗൈസ്, അങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട്